ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇൻ്റർനാഷണൽ സിറ്റിയിലുള്ള അൽവർസാൻ പ്ലാന്റ് നഴ്സറീസിലാണ്. ഈ ചെടി പരിപാലനത്തിൽ മുഴുകിയിട്ടുള്ളവർക്കും അതേപോലെ അതിൽ കുറച്ച് താല്പര്യമൊക്കെ ഉള്ള ആൾക്കാർ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നുന്ന ഒരു സ്ഥലമാണിത്. ഞാൻ എനിക്ക് വേണ്ടി വന്നതല്ല, എൻ്റെ കൂടെയുള്ള ആൾക്ക് വേണ്ടി വന്നതാണ്. ആൾക്കാണ് ഈ വക കാര്യങ്ങളിലൊക്കെ കുറച്ചധികം താല്പര്യമുള്ളത്. അപ്പോൾ അൽവർസാൻ നഴ്സറിയിൽ പോവാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അതൊരു ചെറിയൊരു ഷോപ്പായിരിക്കും എന്നാണ്. ഇതിൻ്റെ അകത്ത് വന്നപ്പോഴാണ് ഒരുപാട് ഷോപ്പുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഏരിയ ആണത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് പോയി വാങ്ങാം. അപ്പം നമ്മൾ നല്ല പൂക്കളുള്ള ചെടികൾ നോക്കി ഇറങ്ങിയതായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇത്രയും ഭംഗിയിൽ ഇവരിത് സെറ്റ് ചെയ്ത് വെച്ചത് കണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കാണാമെന്നും നിങ്ങളൊക്കെ കാണിക്കാമെന്നും വിചാരിച്ചു. അങ്ങനെ നമ്മളിതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. ജസ്റ്റ് ഒന്ന് നടന്ന് റൗണ്ട് എടുത്ത് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി. എനിക്ക് ഭയങ്കര അത്ഭുതവും തോന്നി. കാര്യം മരുഭൂമി പോലെ കിടക്കുന്ന ഒരു രാജ്യത്ത് നാരങ്ങ വിളഞ്ഞു കിടക്കുന്നു, അതേപോലെ വാഴ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതേപോലെ തെങ്ങിൻ്റെ തൈ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞ സന്തോഷവും അതുപോലെ തന്നെ അത്ഭുതവും തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ ആ കുട്ടി വാഴ ഇവിടെ ഉണ്ട്. കുട്ടി വാഴ മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു വലിയ വാഴ കൃഷി തന്നെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും പോട്ടിലാണ് ഈ വാഴയൊക്കെ വെച്ചിട്ടുള്ളത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ സാധാരണ ഇത് ശരിക്ക് മണ്ണിൽ നിന്ന് മുളച്ച് വരുന്നതല്ല കണ്ടിട്ടുള്ളത്. ഇതൊക്കെ ഇവരിവിടെ ചെടിച്ചട്ടികളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ വെക്കാനായിട്ടുള്ള മണ്ണും ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവർ ഇവിടെ തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പല തരത്തിലുള്ള, പല സൈസിലുള്ള, പല മെറ്റീരിയലിലുള്ള ചെടിച്ചട്ടികളും പോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടാനുണ്ട്. നമ്മൾ പൂക്കളുള്ള ചെടികൾ അന്വേഷിച്ച് വന്നതുകൊണ്ട് തന്നെ എല്ലാ പൂക്കൾ കാണുമ്പോഴും ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കും. ഈ കാണുന്ന ചെടിക്ക് ഈ ഒരു ബഞ്ചിന് 30 ദിർഹംസാണ് പറഞ്ഞത്. പക്ഷെ ഇതൊരു സീസണൽ ഫ്ലവർ ആണ്. ഈ സീസൺ കഴിഞ്ഞ് അതായത് ഒരു 2 മാസം കഴിയുന്നതോടുകൂടി ഈ പൂക്കളൊക്കെ പോകും. അപ്പോൾ നമ്മൾ ചെടികൾ വാങ്ങുമ്പോൾ 2 മാസത്തിന് 3 മാസത്തിനല്ലല്ലോ വാങ്ങാം. നമുക്ക് കാണുമ്പോഴൊക്കെ സന്തോഷം കിട്ടണ്ടേ. അപ്പോൾ അതുപോലത്തെ ചെടി നോക്കിയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ വന്നപ്പോൾ മുതൽ ഈ പൂച്ച നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഒരു ചെറിയ ഫോറസ്റ്റ് വൈബൊക്കെ കിട്ടുന്ന വിധത്തിലാണ് അതവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നും ഇത് കാണുമ്പോൾ. എനിക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ആളുകളുള്ളതുകൊണ്ടും ഞാൻ കുറേ ആൾക്കാരെ കാണുമ്പോൾ ചില സമയങ്ങളിൽ ഇൻട്രോവേർട്ടായി പോകുന്നതുകൊണ്ടും എനിക്ക് അത്രയും ഫോട്ടോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഇപ്പോഴും ഈ പൂച്ച എന്നെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്കിവിടെ 1 ദിർഹംസ് മുതൽ ചെടി അവൈലബിൾ ആണെന്ന് നമ്മൾ തംബ്നെയിലിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ആ 1 ദിർഹംസിന് കിട്ടുന്ന ചെടി. ഇതിങ്ങനെ പടർന്ന് പന്തലിക്കുന്നതാണ് പറയുന്നത്. പടർന്ന് പന്തലിച്ച് മുകളിലേക്ക് കയറാനായിട്ട് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പടർന്ന് കയറി പൊക്കോളും എന്നാണ് പറയുന്നത്. ഇത് ഒക്കെ 1 ദിർഹംസിനാണ്. അതായത് ഈ ഒരു പോട്ട് വിത്ത് ആ ഒരു ചെടിക്ക് 1 ദിർഹംസാണ് റേറ്റ് വരുന്നത്. അതേപോലെ കാക്ടസിൻ്റെ വലിയൊരു കളക്ഷൻ കാണാൻ പറ്റി.
ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അധികം കാക്ടസുകൾ കാണുന്നത്. നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും സാധാരണ ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള കാക്ടസ് വിത്ത് 2 ബ്രാഞ്ച് ഇത്രയും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് വൈഡ് വെറൈറ്റീസ് ഓഫ് കാക്ടസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയാണെങ്കിലോ അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാക്ടസിൻ്റെ വീഡിയോസ് എടുത്തിട്ടും എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ഒരുപാട് ഫോട്ടോസും ഒരുപാട് വീഡിയോസും കാക്ടസിൻ്റെ മാത്രമായിട്ട് അവസാനം കയ്യിൽ കിട്ടുകയും ചെയ്തു. ബാൽക്കണിയിലൊക്കെ ഹാങ്ങിങ് ചെയ്തിടാൻ പറ്റുന്ന തരത്തിലുള്ള ചെടികൾ വേറെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പല കളർ പോട്ടുകളിലും പല തരത്തിലും അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയോടെ തന്നെ വാങ്ങാം. പക്ഷെ നല്ല റേറ്റ് ആവുന്നതുകൊണ്ട് നമ്മളതൊക്കെ കണ്ട് സാധിച്ചടഞ്ഞു. ഇനി ഇവിടെ ഔട്ട്ഡോർ ചെടികൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല, ഇൻഡോർ ചെടികളും ഒരുപാടുണ്ട്. പക്ഷേ ഔട്ട്ഡോർ ചെടികളെക്കാൾ കൂടുതൽ എക്സ്പെൻസീവായിട്ട് എനിക്ക് ഇൻഡോർ ചെടികളെ തോന്നി. കാര്യം ഔട്ട്ഡോർ ചെടികളൊക്കെ നമുക്കൊരു 15, 20, 30 റേറ്റിൽ നിൽക്കുമ്പോൾ ഇൻഡോർ ചെടികൾക്കൊക്കെ റേറ്റ് വന്നിരുന്നത് 85, 90, 100 ആൻഡ് എബവ് അങ്ങനെ മുകളിലേക്കാണ്. അതേപോലെ തന്നെ ഇൻഡോർ ചെടികളുടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ആഫ്റ്റർ 1 വീക്ക് അത് ഡ്രൈഡായി അപ്പായി പോകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇൻഡോർ ചെടികൾ നോക്കുന്നത് നമുക്ക് വേറൊരു എക്സ്ട്രാ വർക്ക് ലോഡാവും. കാര്യം ചെടികളൊക്കെ നമ്മൾ നോക്കുകയെന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷം കിട്ടാനും അതേപോലെ നമുക്ക് ഉണ്ടാകുന്ന ഒരു വർക്ക് സ്ട്രെസ്സ് ഒന്ന് കുറയ്ക്കാനും ഒക്കെ ആണല്ലോ. അപ്പോൾ ഇൻഡോർ ചെടികൾ ഒരു എക്സ്ട്രാ വർക്ക് ലോഡ് ആവുമോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ അതിൽ നിന്ന് ഒന്നും വാങ്ങിയില്ല. നമ്മൾ വന്നത് പൂക്കളുള്ള ചെടികൾ വാങ്ങാനാണല്ലോ. അപ്പോൾ ഇത്രയും കളക്ഷൻസ് കണ്ടതിന് ശേഷം നമ്മൾ ഇതിൽ നിന്നൊരു 4 റോസ് ചെടിയാണ് വാങ്ങിയത്. റോസ് ആകുമ്പോൾ നമ്മളുടെ ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസും കാര്യങ്ങളൊക്കെ കൂടെ വരുമല്ലോ. അപ്പോൾ ഈ കാണുന്ന 4 കളേഴ്സ്, ഓറഞ്ച്, റെഡ്, വൈറ്റ്, അതേപോലെ ഒരു പിങ്ക് മജന്ത കളറ് ചെടികളും അതിനാവശ്യമായിട്ടുള്ള പോട്ടിംഗ് സോയിലും നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങി. അതിന് നമുക്കൊരാൾ പ്രത്യേകം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനാവശ്യമായിട്ടുള്ള ആ ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മളത് നമ്മളെ കാറിലേക്ക് വെച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വാങ്ങിയതിന്, അതായത് ഈ പോട്ടിംഗ് സോയിലിനും ഈ റോസ് ചെടിക്കും അതേപോലെ തന്നെ പോട്ട്സിനും ഒക്കെ കൂടി എനിക്ക് 140 dirhams ആണ് ആയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ആളുകൾ വന്ന് ബൾക്കായിട്ട് മേടിച്ചിട്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് വരാനായിട്ട് ട്രൈ ചെയ്യുക.